സമയം 7:30. കോളേജിലേക്ക് പോവാണ്. കോളേജിൽ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, കാരണം ക്ലാസ് കയറണ്ട, ഡാൻസ് പ്രാക്ടീസാണ്. ഇന്ന് അച്ഛൻ കൊണ്ടുവിടാൻ ലേറ്റായി, അതുകൊണ്ട് തന്നെ സമയം കൈ പിടിച്ചിട്ടാണ് ഞാനും അച്ഛനും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബസ് മിസ്സാവുമെന്ന് ഞാൻ ഉറപ്പിച്ച്. പക്ഷെ കുഴപ്പമില്ല, ഭാഗ്യം കൊണ്ട് കറക്റ്റ് സമയത്ത് എനിക്ക് ബസ് കിട്ടി. ലെയിൻ ബസ് ആണെങ്കിൽ കുഴപ്പമില്ല, ഒരു ബസ് പോയി കഴിഞ്ഞാൽ വേറെ ബസ് കിട്ടുമെന്ന് വിചാരിക്കാം. പക്ഷേ കോളേജ് ബസ് അങ്ങനെയല്ലല്ലോ, മിസ്സായി കഴിഞ്ഞാൽ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരും. ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കേൾക്കാൻ ഇഷ്ടം 90s പാട്ടുകളാണ്. ഒരു രാജമല്ലി, അതുപോലെ ലാലേട്ടൻ്റെ പഴയ സിനിമയിലെ എല്ലാ പാട്ടുകളും. ഇതെല്ലാം കേട്ടിരിക്കുമ്പോഴത്തേനും ഞാൻ കോളേജ് എത്തും. എന്താ എൻ്റെ ലിപ്സ്റ്റിക് ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കണ്ട, ഇട്ടത് പാളിപ്പോയതാ. പിന്നെ അതൊന്നും ശരിയാക്കാൻ വീട്ടിൽ നിന്ന് നേരെ ഉണ്ടായിരുന്നില്ല, കാരണം വീട്ടിൽ നിന്ന് ഞാനും അച്ഛനും ലേറ്റ് ആയിട്ടാണല്ലോ ഇറങ്ങിയത്. കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്ത് കുപ്പിയിലെ വെള്ളം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിറയ്ക്കാൻ പോയി. 10 മിനിറ്റ് പ്രാക്ടീസ്, 20 മിനിറ്റ് റെസ്റ്റ്. ആ 20 മിനിറ്റിൽ ഡാൻസിന് എന്ത് ഡ്രസ്സ് ഇടണം, ഏതൊക്കെ പാട്ട് ചേഞ്ച് ചെയ്യണം, ഏതൊക്കെ സ്റ്റെപ്പ് ചേഞ്ച് ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും ചർച്ച. ഈ ചർച്ചയും കാര്യങ്ങളും കഴിയുമ്പോഴത്തേനും സമയം 1:15. ഇന്ന് ഞങ്ങളുടെ അവിടെ ഒരു വേരയുണ്ട്, അത് കാരണം കൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് ഞങ്ങളുടെ ബസ്സിൽ വരുന്ന പിള്ളേർക്ക് മാത്രം ഇന്ന് 1:15 കോളേജ് വിട്ടു. ബസ് ഇറങ്ങി കഴിഞ്ഞിട്ട് എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു, അതെല്ലാം മേടിച്ച് ഞാൻ നടന്നു. 1:15 കോളേജ് വിട്ടതൊക്കെ സന്തോഷമൊക്കെ തന്നെ, പക്ഷെ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നട്ടപ്പറ വെയിലത്ത് കുടയും പിടിച്ച് നടന്നു പോവുക. വീടിൻ്റെ അവിടെ എത്താനായി കഴിഞ്ഞാൽ പിന്നെ കുടൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം നല്ല തണലായിരിക്കും. ഇങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് കയറിയാലുള്ള അവസ്ഥ ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇതാണ് അവസ്ഥ. മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കുറച്ച് ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ അവനെ എടുത്ത് കുറച്ച് നേരം കൊഞ്ചിച്ചിട്ട് അവനെ സമാധാനിപ്പിച്ച്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്, പക്ഷെ അല്ല, ഇവൻ എപ്പോഴും ഇങ്ങനെയാണ്. കൊറിയർ പൊട്ടിച്ച് നോക്കാം ഗൈസ്. ഇനി ഞാൻ മേടിച്ചിട്ട് വന്ന കൊറിയറിൻ്റെ വിശേഷങ്ങൾ പറയാം. ഞാൻ എന്തോരം സാധനങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇന്ന് വരെ എനിക്ക് ഇത്രയും വലിയ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഓർഡർ ചെയ്തത് മാഴ്സിൻ്റെ ഒരു ലിപ്സ്റ്റിക് ആണ്, പക്ഷെ വന്നതോ ട്രൂ ലിപ്സിൻ്റെ ലിപ് ലൈനർ, ഏതോ കേൾക്കാത്തൊരു ബ്രാൻഡാണ്. എന്തായാലും എൻ്റെ 189 രൂപ വെള്ളത്തിലായ റിയാക്ഷനാണ് നിങ്ങൾ കണ്ടത്. പിന്നെ അതിൻ്റെ വിഷമം മാറാൻ വേണ്ടിയിട്ട് ഞാനൊരു സിനിമ ഇരുന്ന് കണ്ട്. സിനിമ ഏതാന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പം ഇന്ന് ഭൂമി ബൈ പറയും. ബൈ.